Dear friends, today we are going to discuss a story, Matchbox. It's a thought-provoking story written by Asha Purna Devi. And there is a short profile of Asha Purna Devi in your textbook. Let's read it. Asha Purna Devi was born in 1909 and died in 1995, is a prominent Bengali novelist and poet, widely honored with a number of prizes and awards. She was awarded the Jnanapith Award and the Padma Shri by the Government of India in 1976 and the degree of D.Lit by the universities of Jabalpur, Rabindra Bharati, Burdwan and Jadavpur. For her contribution as a novelist and short story writer, the Sahitya Academy conferred its highest honor, the Fellowship, in 1994. This short story is translated from Bengali by Prasenjit Gupta, a translator and writer. സോ ആശാപൂർണ ദേവി എന്ന് പറയുന്നത് ബംഗാളി സാഹിത്യത്തിലെ വളരെ പ്രമുഖയായ ഒരു നോവലിസ്റ്റും പോയറ്റും ഒക്കെയാണ്. ഒരുപാട് അവാർഡ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജ്ഞാനപീഠ് പോലെയുള്ള അവാർഡ്സ്. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1976 അവർക്ക് പത്മശ്രീ അവാർഡ് ചെയ്തു. ദെൻ ഫേമസ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഡിഗ്രി ഓഫ് D.Lit അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആസ് എ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ദെൻ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഷോർട്ട് സ്റ്റോറി, മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി, ഇറ്റ്സ് എ ട്രാൻസ്ലേറ്റഡ് വർക്ക്. ഇത് ആക്ച്വലി എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ദെൻ പ്രസേൻജിത്ത് ഗുപ്ത എന്ന് പറയുന്നൊരു ട്രാൻസ്ലേറ്റർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു. There are two ways of spreading light, to be the candle or the mirror that reflects it. സോ രണ്ട് രീതിയിൽ നമുക്ക് പ്രകാശം പരത്താൻ സാധിക്കും. ടു ബി ദ ക്യാൻഡിൽ, ഒന്നുകിൽ നമ്മളൊരു മെഴുകുതിരിയായി മാറാം, അല്ലെങ്കിലോ ഓർ ദ മിറർ ദാറ്റ് റിഫ്ലക്ട്സ് ഇറ്റ്, അല്ലെങ്കിൽ എന്താണ്, ആ ഒരു മെഴുകുതിരിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി നമുക്ക് മാറാൻ സാധിക്കും. വിമൻ ഷുഡ് ചൂസ് ബിറ്റ്വീൻ ബീയിങ് എ ക്യാൻഡിൽ ഓർ എ മിറർ. സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ക്യാൻഡിലായി മാറണോ അതോ മിററായി മാറണോ എന്ന്. ആൻഡ് വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ ആസ് വെൽ ആസ് ഫോർ ദ ജനറേഷൻസ് ടു കം. ഇനി വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലുള്ള സ്ത്രീകൾക്ക് ഒരു മാതൃകയായി മാറാൻ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് സ്ത്രീകൾ സ്വയം ചിന്തിക്കണം. ആൻഡ് ടു വർക്ക് ഫോർ ദെയർ ഓൺ ഇമാൻസിപ്പേഷൻ, സ്വന്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയും എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്നും സ്ത്രീകൾ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട് ഈ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു നൂറ്റാണ്ടിൽ. I always compare women to matchboxes. Why? Because of the way matchboxes are. Even though they have enough gunpowder to set 100 lengas aflame, they sit around meek and innocent. In the kitchen, in the pantry, in the bedroom, here, there, anywhere, women too are exactly the same. You want an example? Then look carefully at that enormous 3-story house in front of us. സോ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ആശാപൂർണ ദേവി, അതായത് നമ്മുടെ ഓഥർ, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. എല്ലായ്പ്പോഴും സ്ത്രീകളെ മാച്ച് ബോക്സസുമായിട്ട് കമ്പയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാച്ച് ബോക്സ് എന്താണ്? തീപ്പെട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ ഓഥർ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. മാച്ച് ബോക്സസിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്താണ് ആ സ്വഭാവം? ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 lengas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. അപ്പോൾ ഒരു ലങ്കയെപ്പോലും ഭസ്മീകരിക്കാനുള്ള ഗൺ പൗഡർ, അല്ലെങ്കിൽ അതിനാവശ്യമായ ഗൺ പൗഡർ അവയ്ക്കുള്ളിലുണ്ട്, അല്ലേ? ഒരു ചെറിയ തീപ്പൊരി മതിയല്ലോ ഒരു ലങ്ക വേണമെങ്കിലും കത്തിച്ച് കളയാൻ. അപ്പോൾ ഒരു ലങ്ക വേണമെങ്കിലും കത്തിക്കാൻ ശേഷിയുള്ള ഗൺ പൗഡർ ഓരോ മാച്ച് ബോക്സിനുള്ളിലും അടങ്ങിയിട്ടുണ്ട്.
ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. പക്ഷേ ഈ മാച്ച് ബോക്സസ് എങ്ങനെയാണ്? ഇത്രയും നശീകാരിയായിട്ടുള്ളതാണ് ഈ മാച്ച് ബോക്സ് എങ്കിലും, അല്ലെങ്കിൽ ഇത്രയും പവർഫുള്ളാണ് ഈ മാച്ച് ബോക്സസ് എങ്കിലും, പലപ്പോഴും നമ്മൾ ഈ മാച്ച് ബോക്സസിനെ നമ്മൾ അത്രയും പവർഫുള്ളായിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇറ്റ്സ് വെരി മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. വളരെ സൗമ്യവും വളരെ നിഷ്കളങ്കവുമായിട്ടാണ് ഈ മാച്ച് ബോക്സസിൻ്റെ ഇരിപ്പ്. എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നതിനെ? കിച്ചണിൽ കാണും. ദെൻ പാൻട്രി എന്ന് പറഞ്ഞാൽ കലവറയിൽ, ഇൻ ബെഡ്റൂം, ഹിയർ ദെയർ എനിവെയർ. നമ്മൾ എവിടെ നോക്കിയാലും അവിടെ എവിടെയൊക്കെ ഓരോരോ മൂലകളിൽ ഇങ്ങനെ മാച്ച് ബോക്സസ് വളരെ മീക്ക് ആൻഡ് ഇന്നസെൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. ഈ മാച്ച് ബോക്സസിനെ പോലെയാണ് സ്ത്രീകൾ. അവർ വളരെ പവർഫുള്ളാണ് അവരുടെ ഉള്ളിൽ, അല്ലേ? പക്ഷേ അവരുടെ ആ പവർ പുറത്തേക്ക് കാണിക്കാൻ അവർ ശ്രമിക്കാറില്ല. അവർ വളരെ നിഷ്കളങ്കരെ പോലെ ഈ മാച്ച് ബോക്സസ് അവിടെ എവിടെയും മുക്കിലും മൂലയിലൊക്കെ ഇരിക്കുന്നത് പോലെ വീടിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ, ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് സ്ത്രീകൾ പലപ്പോഴും ശ്രമിക്കാറ്. യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്കതിൻ്റെ ഒരു എക്സാമ്പിൾ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലുക്ക് കെയർഫുള്ളി അറ്റ് ദറ്റ് ഇനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. നമ്മുടെ മുന്നിലുള്ള ആ 3 നില കെട്ടിടത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? സൺഡേ മോർണിംഗ്. ദ വാഷർമാൻ ഹാസ് കം and is waiting. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomita goes through the pockets one last time and discovers the letter. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു സൺഡേ മോർണിംഗിലാണ്. വാഷർമാൻ വന്നിട്ടുണ്ട് തുണികൾ അലക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി. ഹീ ഈസ് വെയിറ്റിംഗ്. അദ്ദേഹം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഒരു കുന്ന് തുണികൾ. ആരുടെ തുണികൾ? അജിത്തിൻ്റെ കുറേ ഡേർട്ടി ക്ലോത്ത്സ് ഈ വാഷർമാനിന് ഹാൻഡ് ഓവർ ചെയ്ത ശേഷം നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദി ലെറ്റർ. അവസാനമായിട്ട് അജിത്തിൻ്റെ ഒരു പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നോമിത സെർച്ച് ചെയ്യുകയാണ്. ഇനി എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ? കഴുകാൻ വസ്ത്രങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ ലാസ്റ്റ് ആയിട്ട്. ആൻഡ് ഡിസ്കവേഴ്സ് ദി ലെറ്റർ. നോമിത ഒരു കത്ത് ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ 2 ക്യാരക്ടേഴ്സിനെ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു, അജിത്ത് ആൻഡ് നോമിത. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവെലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവെലപ്പ് നോമിതാസ് നെയിം. അപ്പോൾ ആ കത്ത് എങ്ങനെയുള്ളതായിരുന്നു? ഇറ്റ്സ് എ ട്വിസ്റ്റഡ് വൺ. മടക്കി, ക്രംബിൾഡ് ചുരുട്ടി കൂട്ടിയ നിലയിലുള്ള എൻവെലപ്പ്, ആൻഡ് ഇറ്റ്സ് മൗത്ത് ടോൺ. ആ എൻവെലപ്പിൻ്റെ മൗത്ത്, വായ്ഭാഗം തുറന്നിട്ടുണ്ട്. എൻവെലപ്പ് എന്താണ്? ഈ കത്തിടുന്ന കവർ. ആൻഡ് ഓൺ ദ എൻവെലപ്പ് നോമിതാസ് നെയിം. ആ എൻവെലപ്പിൻ്റെ പുറത്ത് നോമിതയുടെ നെയിമാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ കത്ത് ആർക്ക് വന്നതാണ്? നോമിതയ്ക്ക് വന്ന കത്താണ്. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹർ ഹാൻഡ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. Going by the date, the letter must have come about 3 days earlier. So a flame goes up top in all Nomita's nerves. അപ്പോൾ ഈ ചുരുട്ടി കൂട്ടിയ നിലയിലുള്ള ഈ കത്ത് കണ്ടപ്പോൾ തന്നെ a flame, ഒരു തീജ്വാല, goes up top in all Nomita's nerves. നോമിതയുടെ ശരീരമാകെ ഒരു തീജ്വാല ഇങ്ങനെ ഉയർന്നു കയറി, അല്ലെങ്കിൽ പടർന്നു കയറി. നോമിത എന്ത് ചെയ്തു? കട്ടിലിന് മുകളിലേക്കിരുന്നു ആ കത്ത് വായിക്കാൻ വേണ്ടി. ദ ഫസ്റ്റ് തിങ് ഷീ ലുക്സ് അറ്റ് ഈസ് ദി ഡേറ്റ്. ആദ്യമായിട്ട് അവർ എന്താ നോക്കിയത്? ഈ കത്തിൻ്റെ തീയതിയാണ് നോക്കിയത്. ഗോയിങ് ബൈ ദ ഡേറ്റ്, ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം എബൌട്ട് 3 days earlier. ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 3 ദിവസം മുൻപ് വന്ന കത്താണ് ഇത്. ഷീ ടേൺസ് ഓവർ ദ എൻവെലപ്പ് ആൻഡ് മാച്ചസ് ദി പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ് ദാറ്റ് 2 bears the same witness. അതിനുശേഷം ഷി ടേൺസ് ഓവർ ദ എൻവെലപ്പ് മറിച്ച് നോക്കി. അതിനകത്തുള്ള പോസ്റ്റ് മാർക്ക് നോക്കി. പോസ്റ്റ് മാർക്കിൽ നോക്കിയപ്പോഴും എന്താണ്? സെയിം ഡേറ്റ് ആണ്. സോ 3 ദിവസം മുൻപ് വന്ന കത്താണ് തൻ്റെ കയ്യിലിരിക്കുന്നത് എന്ന് നോമിത മനസ്സിലാക്കി. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. Ajit has opened it and read it, then crumpled it and twisted it and dropped it into his pocket and left it there. അപ്പോൾ നോമിത കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അജിത്ത് തീർച്ചയായും ഈ കത്ത് തുറന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ദെൻ അതിനെ എങ്ങനെ ചുരുട്ടിക്കൂട്ടി, മടക്കി, എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ പോക്കറ്റിൽ ഇടുകയാണ് ഉണ്ടായത്. ഹാസ് ഇൻറ്റ് ലെഫ്റ്റ് ദ നീഡ് ടു മെൻഷൻ ഇറ്റ് ഈവൻ വൺസ് ടു നോമിത.
അയാൾ ഒരിക്കൽ പോലും നോമിതയ്ക്ക് വന്ന ഈ കത്തിനെ പറ്റി നോമിതയോട് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. The flame that had gone up top now burns steadily, hissing, sounding its note on each of her mind's strings. അപ്പോൾ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു സംഭവം നോമിതയെ വളരെയധികം വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യവും സങ്കടവും ഒക്കെ നിറച്ചു. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവേഴ്സൈറ്റ്, ഇറ്റ്സ് ഡെലിബറേറ്റ്. എന്തുകൊണ്ടാണ് ഇത് അവളിൽ ഇത്രയധികം ദേഷ്യം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവേഴ്സൈറ്റ്. ഓവേഴ്സൈറ്റ് മീൻസ് ഒരു നോട്ടപ്പിശക് അല്ലെങ്കിൽ കൈപ്പിഴ എന്നൊക്കെ പറയാം. ഇത് അറിയാതെ വന്ന് പോയ ഒരു സംഭവമല്ല, അല്ലെങ്കിൽ അജിത്തിന് അറിയാതെ പറ്റിപ്പോയൊരു പിഴയല്ല ഇത്. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് നോമിത ചിന്തിക്കുന്നു. അജിത്സ് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. സംഹൗ ഹീസ് ഗെയിൻഡ് പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്, ഫിഷിംഗ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി, ആൻഡ് വെനെവർ ദർ ഇസ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം ഓൺ ദ എൻവലപ്പ്, ഹി ഓപ്പൺസ് ആൻഡ് റീഡ്സ് ഇറ്റ് ഫസ്റ്റ്, ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗീവ് ഇറ്റ് ടു ഹർ. അപ്പോൾ എങ്ങനെയോ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീട്ടിലേക്കുള്ള ലെറ്റേഴ്സൊക്കെ ഇടുന്ന ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കലാക്കിയിട്ടുണ്ട്. ദെൻ ആരും അറിയാതെ ഈ കുടുംബത്തിലെ ഈ ജോയിൻറ്റ് ഫാമിലിയിൽ എന്ന 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി, ഇതൊരു വലിയ കൂട്ടുകുടുംബമാണ്. ഈ കൂട്ടുകുടുംബത്തിലേക്ക് വരുന്ന കത്തുകൾക്കിടയിൽ നിന്നും നോമിതയ്ക്ക് വരുന്ന കത്ത് മാത്രം വളരെ ശ്രദ്ധയോടുകൂടി ഇയാൾ എന്ത് ചെയ്യും, കൈക്കലാക്കും. ദെൻ വെനെവർ ദർ ഇസ് എ ലെറ്റർ വിത്ത് നോമിതാസ് നെയിം ഓൺ ദി എൻവലപ്പ്, നോമിതയുടെ നെയിം എഴുതിയിട്ടുള്ള ഒരു എൻവലപ്പ് കണ്ടു കഴിഞ്ഞാൽ അതെടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, അത് തുറന്ന് വായിക്കും. അതിനുശേഷം മാത്രമേ നോമിതയോട് അവൾക്കൊരു കത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും അയാൾ എന്ത് ചെയ്യാറുള്ളൂ, മെൻഷൻ ചെയ്യാറുള്ളൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻ ഗീവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. പല സമയങ്ങളിലും ഈ കത്ത് നോമിതയ്ക്ക് കൊടുക്കാറ് പോലുമില്ല. At least that is the suspicion that has taken deep root in Nomita's mind. അപ്പോൾ എന്താണ്, അങ്ങനെയാണ് ഈ കത്തിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയും കത്ത് സ്വയം വായിച്ചിട്ട് മടക്കി ഇതുപോലെ പോക്കറ്റിലിടുകയും ഒക്കെ ചെയ്യുന്നതിന് ശേഷമാണ് നോമിതയ്ക്ക് ഇയാളിൽ സംശയം ഉദിക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് തനിക്ക് കത്ത് നൽകാത്തത്, തനിക്ക് വരുന്ന കത്തുകൾ എന്തുകൊണ്ടാണ് അജിത്ത് ആദ്യമേ വായിക്കുന്നത്, എന്തുകൊണ്ട് തന്നോട് പറയുന്നില്ല എന്നൊക്കെയുള്ള സംശയം നോമിതയുടെ മനസ്സിൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. Even though to this day Ajit cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഒരിക്കൽ പോലും അജിത്ത് പറഞ്ഞിട്ടില്ല നോമിതയ്ക്ക് വന്ന കത്തുകളിൽ ഏതെങ്കിലും ഒന്ന് വളരെ സസ്പീഷ്യസ് ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ സന്ദേഹമുളവാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സംശയമുളവാക്കുന്ന രീതിയിലുള്ള കത്തുകൾ ഏതെങ്കിലും നോമിതയ്ക്ക് വന്നിട്ടുണ്ട് എന്നൊരിക്കലും അജിത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. Still this ugly habit of his won't go. പക്ഷേ എന്നിട്ട് പോലും അയാളുടെ ഈ മോശമായ ഈ ഹാബിറ്റ്, ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് റീഡിങ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ്, ഭാര്യയ്ക്ക് വരുന്ന കത്തുകൾ അവൾ പോലും അറിയാതെ തുറന്ന് വായിക്കുക എന്ന് പറയുന്ന ഈ ഒരു അഗ്ലി ഹാബിറ്റ് ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും പോയിട്ടില്ല. ഇഫ് ഷീ മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ, ആൻഡ് ഇഫ് ലാഫ്റ്റർ ഡസൻ ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ ഹീ സ്കോൾസ് ഹർ. അപ്പോൾ നോമിത ഈ സ്വഭാവത്തെപ്പറ്റി അജിത്തിനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആദ്യം അയാളത് ചിരിച്ചു കളയുകയാണ് ചെയ്യാറ്. എന്നിട്ടും നോമിത ആ വിഷയം വിടുന്നില്ല എങ്കിൽ പിന്നെ അവളെ അയാൾ എന്ത് ചെയ്യാം, ശകാരിക്കാൻ തുടങ്ങും. ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് എ ലെറ്റർ ത്രൂ. ഇറ്റ്സ് ഇസ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. നോമിത ഇപ്പോൾ ഈ മടക്കി ചുരുട്ടി വെച്ചിരിക്കുന്ന ഈ കത്തും കൊണ്ട് ആ ബെഡിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്, ആ കത്തിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അവൾ വായിച്ചു നോക്കുകയാണ്. ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ. അപ്പോൾ നോമിതയുടെ അമ്മ അവൾക്ക് എഴുതിയ കത്താണ് അത്. ഇറ്റ് ഈസ് ഇൻ ഹർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വുമൻ ഹാസ് വൺസ് അഗെയിൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് ദ ന്യൂസ് ഓഫ് എ വേരിയസ് ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലയിൻറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്, മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ. അപ്പോൾ നോമിതയുടെ അമ്മ സ്റ്റാൻഡേർഡ് സ്പീച്ചിൽ ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. എന്താണ് ആ കത്തിലുള്ളത്? ദ ന്യൂസ് ഓഫ് ഹർ വേരിയസ് ഹാർഡ്ഷിപ്സ്, അമ്മയുടെ ദുരിതങ്ങളെപ്പറ്റി,
ആൻഡ് കംപ്ലയിൻറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. പരാതികളും പരിഭവങ്ങളും അവരുടെ ദുരിതങ്ങളും അതിനെപ്പറ്റിയാണ് ഈ കത്തിലുള്ളത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദുരിതങ്ങൾക്ക് മുകളിലുള്ള ദുരിതങ്ങൾ. ദ സീലിംഗ് ഓഫ് എ റൂം ഈസ് ക്രാക്ഡ്. തൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ തൻ്റെ റൂമിൻ്റെ മുകളിലുള്ള സീലിംഗ് ക്രാക്കായിട്ടിരിക്കുകയാണ്. ദ റെയിൻ വാട്ടർ ഫാൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. എന്താണ്, മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം മുഴുവൻ വീടിനുള്ളിലേക്കാണ് വീഴുന്നത്. ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ് ഷീ വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. വളരെ എത്രയും വേഗം തന്നെ ഈ ഒരു സീലിങ്ങിൻ്റെ ആ ക്രാക്ക് അത് റെമഡി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ് അവരും മരിക്കും എന്നൊക്കെയാണ് അവരതിൽ എഴുതിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഷീ ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. ഒരിക്കലും അവർ ആ സംഭവത്തെ ഭയക്കുന്നില്ല. ഹർ ഡോട്ടർ ഈസ് എ ക്വീൻ. അല്ലേ, എന്താണ്, എൻ്റെ മകൾ ഒരു രാജ്ഞിയാണ്. ഹർ സണ്ണിലോ ഈസ് ഹൈ മൈൻഡഡ്. എൻ്റെ മരുമകൻ വളരെ വിശാലമനസ്കനാണ്. ലാർജ് ഹാർട്ടഡ്, ഹൈ മൈൻഡഡ്, ദെയർഫോർ എക്സെട്ര എക്സെട്ര. അല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ പരാതികളും പരിഭവങ്ങളും പിന്നെ മകളെയും മരുമകനെയും കുറിച്ച് പ്രശംസിച്ചുമൊക്കെ ആണ് ഈ കത്തിൽ എഴുതിയിട്ടുള്ളത്. ആൻ ഇൻഡിജൻറ്റ് വിഡോ without husband or son, she was successful in consigning her daughter to a wealthy family's house on the strengths of looks alone. An indigent widow. എന്താണ് ഇൻഡിജൻ്റ് എന്ന് പറഞ്ഞാൽ അഗതിയായ അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള പുവർ ആയിട്ടുള്ള ഒരു വിഡോയാണ്, ഒരു വിധവയാണ് നൊമിതയുടെ അമ്മ എന്ന് പറയുന്നത്. വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഭർത്താവോ മകനോ അവർക്കില്ല, ആകെയുള്ളത് ഈ ഡോട്ടർ മാത്രമാണ്. ഷി വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽതി ഫാമിലീസ് ഹൗസ്. വളരെ ധനികരായിട്ടുള്ള ഒരു വീട്ടിലേക്കാണ് നൊമിതയെ ഈ സ്ത്രീ എന്ത് ചെയ്തത്, വിവാഹം കഴിപ്പിച്ച് അയച്ചത്. എന്തുകൊണ്ടാണത്? നൊമിതയുടെ സൗന്ദര്യം കണ്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, അജിത്ത് ഇവളെ വിവാഹം ചെയ്തിരിക്കുന്നത്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ് അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ നൊമിതയുടെ അമ്മ ഇവളെ വിവാഹം കഴിപ്പിച്ച് വിട്ട ശേഷം ആ വെൽതി ഫാമിലിയിൽ നിന്ന് പണം പറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും അത് മുതലെടുക്കാൻ നൊമിതയുടെ അമ്മ ശ്രമിക്കുകയാണ്. ഫോർ ഹർ സ്കിൽ ഇൻ ദാറ്റ് മാറ്റർ, അതിന് വളരെയധികം മിടുക്കുള്ള ആളാണ് നൊമിതയുടെ അമ്മ. ആൻഡ് ഷീസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ എലോങ്. എല്ലായ്പ്പോഴും ഈ അവസരം മുതലെടുക്കാൻ ആ സ്ത്രീ ശ്രമിക്കാറുണ്ട്. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out a money order form." അപ്പോൾ നോമിതയുടെ അമ്മയുടെ ലെറ്റേഴ്സ് വരുമ്പോഴൊക്കെ അജിത്ത് പറയാറുണ്ട്, അജിത്ത് വളരെ പരിഹാസപൂർവ്വം, ഡെറിസീവ്ലി മീൻസ് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്, "Why bother to read that?" എന്തിനാണ് ആ കത്ത് വായിക്കുന്നത്? വായിക്കേണ്ട കാര്യമില്ല, അതിൽ അറിയാമല്ലോ എന്ത് മാറ്ററായിരിക്കും പറയുന്നതെന്ന്. സോ ഐ വിൽ ഗോ ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം. അതുകൊണ്ട് ഞാനൊരു മണി ഓർഡർ ഫോം എടുത്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. എന്തായാലും പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അവർ കത്തെഴുതുന്നത്, അതുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ് വായിക്കേണ്ട കാര്യമില്ല എന്ന് പരിഹാസത്തോടെ അജിത്ത് പറയാറുണ്ട്. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ഷെയിം ആൻഡ് ഇൻസൾട്ട് ഓഫ് ഇറ്റ്. നോമിതയ്ക്ക് എല്ലായ്പ്പോഴും വളരെയധികം ദുഃഖം തോന്നാറുണ്ട്. അവൾ വളരെയധികം പരിഹാസിയായി മാറുന്നു അജിത്തിൻ്റെ മുന്നിൽ. കാരണം അമ്മ ഇങ്ങനെ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ എഴുതുന്നത് കൊണ്ട് അവൾക്ക് വളരെ ഷെയിമാണ് അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇൻസൾട്ടാണ്. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നോമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. അതുകൊണ്ട് തന്നെ നോമിത അവസാനം കുറച്ച് നാളുകൾക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങോട്ട് കത്തെഴുതരുത്, പോസ്റ്റ് കാർഡുകൾ അയക്കരുത് എന്ന് അമ്മയോട് അവൾ എന്ത് ചെയ്തു, വിലക്കിയിരുന്നു, അമ്മയെ വിലക്കിയിരുന്നു. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീഡ് നെവർ ട്രൈ ടു സെൻഡ് ഹർ എ ലിറ്റിൽ മണി വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗെദർ ഇൻ സീക്രട്ട്. സോ അതുമുതൽ അല്ലെങ്കിൽ അവിടെ മുതൽ നോമിത അവളെ കൊണ്ട് കഴിയുന്ന അത്രയും പണം കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവൾ സേവ് ചെയ്തിരിക്കുന്ന പണത്തിൽ നിന്ന് കുറച്ച് അമ്മയ്ക്ക് ആരും അറിയാതെ രഹസ്യമായി അവൾ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ അമ്മ എന്ത് ചെയ്തില്ല, അവൾക്ക് കത്തുകൾ അയക്കുമായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം വീണ്ടും കത്തുകൾ എൻവലപ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹർ മദർ.
പെട്ടെന്ന് നോമിതയ്ക്ക് അമ്മയോട് അടക്കാനാവാത്ത ദേഷ്യം തോന്നി. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? അമ്മ എന്തിനാണ് ഇങ്ങനെ യാചിക്കുന്നത് എല്ലായ്പ്പോഴും? വൈ വോണ്ട് ഷീ ലെറ്റ് നോമിത കീപ്പ് ഹർ സെൽഫ് റെസ്പെക്റ്റ്? അല്ലേ, അപ്പോൾ ഇത്ര ഒരു വെൽതി ഫാമിലിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പണത്തിനിങ്ങനെ എന്നും യാചിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ നോമിതയുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അമ്മ അത് മനസ്സിലാക്കാത്തത്? ഹർ ഡിഗ്നിറ്റി, എന്തുകൊണ്ട് തൻ്റെ മാന്യതയെ അമ്മ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു? നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി, ഐ കാൺട്ട് ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അപ്പോൾ ഞാൻ ഇനി ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ ഞാൻ എഴുതാൻ പോവാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഐ കാൺട്ട് ഡു എനി മോർ, ഇനി എനിക്ക് അമ്മയെ സഹായിക്കാൻ സാധിക്കില്ല. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ, എന്നിൽ നിന്നും ഇനിയൊന്നും പ്രതീക്ഷിക്കരുത്. റൈറ്റ് ദെൻ അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലെഷർലി സൺഡേ ബാത്ത്. നോമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ at the insult, simmering all this while, seems to want to dash itself violently against him. Nomita rose out. When did this letter arrive? അപ്പോഴാണ് തൻ്റെ സൺഡേ ബാത്ത് ഒക്കെ കഴിഞ്ഞിട്ട് അജിത്ത് റൂമിലേക്ക് വന്നത്. നോമിത വളരെയധികം ഇൻസൾട്ടഡ് ആയിട്ടിരിക്കുകയാണ്. അവൾക്ക് ഈ അജിത്ത് ഈ കത്ത് വായിച്ചതും അമ്മ ഈ കത്തയച്ചതും ഒക്കെ ഓർത്തിട്ട് ആകെ ഇൻസൾട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് ഷീ ബിക്കെയിം വയലൻറ്റ് ടു അജിത്ത്. നോമിത റോസ് ഔട്ട്. അവൾ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? എപ്പോഴാണ് ഈ കത്ത് വന്നത്? അജിത്ത് ഗ്ലാൻസസ് അറ്റ് ഹർ ഒബ്ലീക്വലി, എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അജിത്ത് എന്താ ചെയ്തത്? ഇങ്ങനെ ഒളികണ്ണിട്ട് അവളെ നോക്കി. എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ, തൻ്റെ തെറ്റ് എത്രമാത്രമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളെ ഫേസ് ചെയ്യാൻ കഴിയാതെ അയാൾ ഒളികണ്ണിട്ട് നോക്കി. Another handful of cash for this, he had thought, and decided not to give the letter to Nomita. He was going to tear it up and throw it away. He has made a big mistake. അല്ലേ, നോമിതയുടെ അമ്മയുടെ കത്ത് കിട്ടിയപ്പോൾ തന്നെ അജിത്ത് അത് വായിച്ചു നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുകയുണ്ടായി. അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്, എന്താണ്, ഇനി കുറേ പണം അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കത്ത് നോമിതയ്ക്ക് കൊടുക്കണ്ട എന്ന് അയാൾ തീരുമാനിച്ചിരുന്നു. അത് ആരും കാണാതെ കീറിക്കളയാനാണ് അയാൾ വിചാരിച്ചത്. എന്നിട്ട് മടക്കി പോക്കറ്റിൽ ഇടുകയായിരുന്നു. ഹി ഹാസ് മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക്. അതിപ്പോൾ നോമിത കാണാനും ഇടയായി. അവൾ കാണാതെ അത് കീറിക്കളയണമെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് നടന്നില്ല. അതിപ്പോൾ ഒരു ബിഗ് മിസ്റ്റേക്കായി മാറി എന്നുള്ള കാര്യം അജിത്ത് മനസ്സിലാക്കുന്നു. നോട്ട് ദാറ്റ് അജിത്ത് ഈസ് ഗോയിങ് ടു ഫീൽ അബാഷ്ഡ് about that. As though trying hard to remember, he says, letter? What letter? Oh, yes, indeed. There was a letter from your mother. I just hadn't got around to giving it to you. അപ്പോൾ അജിത്ത് എന്താ ചെയ്തത്? താനൊന്നും ചെയ്തില്ല എന്ന മട്ടിൽ, താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നോമിതയോട് ചോദിക്കുകയാണ്, വാട്ട് ലെറ്റർ? വിച്ച് ലെറ്റർ? ഏത് ലെറ്റർ? ഓഹോ, യെസ് ഇൻഡീഡ്. ദർ വാസ് എ ലെറ്റർ ഫ്രം യുവർ മദർ. അമ്മയുടെ ഒരു കത്തുണ്ടായിരുന്നു. ഐ ജസ്റ്റ് ഹാഡിൻറ്റ് ഗോട്ട് അറൗണ്ട് ടു ഗിവിങ് ഇറ്റ് യു. ഞാൻ നിനക്ക് തരണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാനത് മറന്നുപോയി. വൈ ഹാഡിൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വൈ ആൻസർ മീ. വൈ ഹാഡിൻറ്റ് യു ഗോട്ട് അറൗണ്ട് ടു ഇറ്റ്? വാട്ട് എ ന്യൂസെൻസ്, അജിത് സേസ്. ഐ ഹാഡ് ഫോർഗോട്ട്. വൈ എൽസ്? ലയർ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് തരാൻ മറന്നുപോയത്? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നില്ല? അപ്പോൾ അജിത്ത് പറയാണ്, വാട്ട് എ ന്യൂസെൻസ്, ഐ ഹാഡ് ഫൊർഗോട്ടൺ. എന്തൊരു ശല്യമാണിത്, ഞാൻ മറന്നുപോയി, അല്ലാതെ എന്താ? അപ്പോൾ നോമിത ഒരു പാമ്പിനെ പോലെ അലറിക്കൊണ്ട് അജിത്തിനെ ലയർ എന്ന് വിളിച്ചു. വൈ ആർ യു സേയിങ് വാട്ട് എവർ കംസ് ടു യുവർ മൗത്ത്? ഡോണ്ട് പീപ്പിൾ ഫോർഗെറ്റ്. നീ എന്താണ് നിൻ്റെ വായിൽ വരുന്ന വാക്കുകളൊക്കെ വിളിച്ച് പറയുന്നത്? ആൾക്കാർക്ക് മറക്കാൻ പാടില്ലേ? നോ ദേ വോണ്ട്. വൈ ഡിഡ് യു ഓപ്പൺ മൈ ലെറ്റർ? ഇല്ല, മറക്കാൻ പാടില്ല. എനിക്ക് വന്ന കത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തത്? ദിസ് ചാർജ് അജിത് ട്രൈസ് ടു സ്കാറ്റർ ടു ദ വിൻഡ്സ്. വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ് മൈ ഓൺ വൈഫ്സ് ലെറ്റർ? അപ്പോൾ ഈ ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഈ ഒരു ചാർജ് നോമിത അജിത്തിലേക്ക് വയ്ക്കുമ്പോൾ അജിത്ത് അത് കാറ്റിൽ പറത്താൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വാട്ട് ഇഫ് ഐ ഓപ്പൺഡ് ഇറ്റ്? അത് കത്ത് ഞാൻ തുറന്ന് വായിച്ചതിൽ എന്താണ് തെറ്റ്? മൈ വൈഫ്സ് ഓൺ ലെറ്റർ,
എൻ്റെ ഭാര്യയ്ക്ക് വന്ന കത്തല്ലേ. ബി ക്വയറ്റ്. ഐ ടെൽ യു. ഫോർ വാട്ട് റീസൺ ഷുഡ് യു ഓപ്പൺ മൈ ലെറ്റേഴ്സ്? ഹാവിൻറ്റ് ഐ ടോൾഡ് യു 1,000 times നോട്ട് ടു? എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ കത്ത് തുറന്ന് വായിച്ചത്? ഞാനൊരു 1000 തവണ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കത്ത് തുറന്ന് വായിക്കരുത് എന്ന്. അജിത് ഡസൻറ്റ് ഫിയർ നൊമിതാസ് ആങ്കർ, ഹി ഫിയേഴ്സ് എ റോ. സോ ഹി സ്മൈൽസ് an affected smile and says, if you are forbidding it, then it's a definite something. Shouldn't I make sure that no one is passing you love letters in secret? അപ്പോൾ നൊമിതയുടെ ഈ ദേഷ്യം ഒന്ന് അടക്കുന്നതിന് വേണ്ടി ഒരു തമാശ രൂപേണെ അജിത്ത് പറയാണ്, എന്താണ്, എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് വരുന്ന കത്തുകൾ വായിച്ചുകൂടെ? ഒരു പക്ഷേ ആരെങ്കിലും നിനക്ക് ലവ് ലെറ്റേഴ്സ് അയക്കുന്നുണ്ടെങ്കിലോ സീക്രട്ടായിട്ട്, അപ്പം ഞാനത് അറിയണ്ടേ? സ്റ്റോപ്പ് ഇറ്റ്. വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. എന്ത് വൾഗറായിട്ടുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? ആഫ്റ്റർ ദിസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. ഇത്രയും കൂടി ആയപ്പോൾ അജിത്തിന് തൻ്റെ മുഖത്ത് ഒരു ഫേക്ക് സ്മൈൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചില്ല. അയാൾ വളരെയധികം ദേഷ്യപ്പെടാൻ തുടങ്ങി.